ഇന്നത്തെ വീഡിയോയിൽ കുറേ നിർണായകമായിട്ടുള്ള കീ ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അഥവാ പാകിസ്ഥാൻ്റെ ഉള്ളിൽ BLA എന്ന് വിളിക്കുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വിഘടനവാദികൾ, പക്ഷേ ബലൂചിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്രീഡം ഫൈറ്റേഴ്സ്, ഇവരെ അവിടെ ഒരു പ്രശ്നം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അവിടെ ആക്രമണങ്ങൾ തുടരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറി. അതുപോലെ അവർ നിരവധി പാകിസ്ഥാനിയൻ സോൾജേഴ്സിനെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. ഈ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അമേരിക്കയിൽ നിന്നുമുള്ള തീരുമാനം എന്ന് പറഞ്ഞാൽ, അതായത് റെയർ എർത്ത് മിനറൽസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡീല് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അമേരിക്ക പാകിസ്ഥാനുമായിട്ട്. ഇത് ശരിക്കും ഒരു മൈനിങ് കോൺട്രാക്റ്റാണ്. ഈ മൈനിങ് കോൺട്രാക്റ്റ് $1.3 ബില്യൺ വർത്ത് വരുന്ന കോൺട്രാക്റ്റാണ്. ഇതിപ്പം അവതാളത്തിലായിരിക്കുകയാണ്. ശരിക്കും അമേരിക്കൻ കമ്പനികൾക്ക് ഇപ്പം അങ്ങോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അവരിപ്പോൾ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയാണ് ഇപ്പോൾ ഇതിനകത്ത് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇത് സൈൻ ചെയ്ത അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ്റെ ഈ പ്രഹസനങ്ങളൊന്നും തന്നെ അവിടെ ഫലിക്കില്ല. കാരണം അവിടെ വളരെ ശക്തമായിട്ടുള്ള സെക്ടേറിയൻ ഇഷ്യൂ ഉണ്ട്. ഈ സെക്ടേറിയൻ റിഫ്റ്റ് നിലനിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് മൈനിങ് ചെയ്ത് അവിടുത്തെ മണ്ണ് കുഴിച്ചെടുത്തുകൊണ്ട് പോകുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അവിടെയൊക്കെ പ്ലാന്റൊക്കെ ഇട്ട് ഇതൊക്കെ ഫിൽട്ടർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ, ഈ റിഫൈനറി യൂണിറ്റുകളൊക്കെ ഫിൽട്ടർ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് വേണമെങ്കിൽ ബലൂചിസ്ഥാനുമായിട്ട് സംസാരിച്ച് വളരെ വ്യക്തമായിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അമേരിക്കയ്ക്ക് വേണ്ട രീതിയിൽ വേണമെങ്കിൽ അവിടെ നിന്ന് റെയർ എർത്ത് എലമെൻറ്റ്സ് സ്വന്തമാക്കാൻ പറ്റും. അല്ലാതെ പാകിസ്ഥാൻ ആർമിയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട്, അസീം മുനീർ ഈ ഉഡായിപ്പുകാരനുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു മൈനിങ് പ്രോജക്റ്റ് തുടങ്ങാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ചൈന ഏതാണ്ട് $66 ബില്യൺ മുടക്കിയിട്ട് ചൈനയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. ഇതിനകത്ത് സെയിം ഗ്വാദർ പോർട്ടാണ് പാകിസ്ഥാൻ ഇപ്പം അമേരിക്കയ്ക്ക് വെച്ച് നീട്ടുന്നത്. അതായത് ചൈനയ്ക്ക് കൊടുത്തിരുന്ന അതേ പോർട്ടിൻ്റെ ഒരു തൊട്ടടുത്തൊരു സൈഡ്, ആ ഭാഗമാണ് ശരിക്കും പാകിസ്ഥാൻ ഇപ്പം അമേരിക്കയ്ക്ക് ഓഫർ ചെയ്യുന്നത്. ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളല്ല. ഇനി അതങ്ങനെ കൊടുത്താൽ തന്നെ ചൈനയും പാകിസ്ഥാനും തമ്മിൽ ഓൾറെഡി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളൊക്കെ ഉടലെടുത്ത് കഴിഞ്ഞു. ശരിക്കും പാകിസ്ഥാൻ്റെ ഫോറിൻ പോളിസിയിൽ അവർ ഉണ്ടാക്കിയ മാറ്റം, ശരിക്കും അവർക്ക് ചൈന തന്നെയായിരുന്നു ബെറ്റർ. അവർ ഇടപെട്ട കാലത്ത് ട്രംപ് ഡാഡി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയതുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള തിരിച്ചടി ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരിയായിട്ട് പൈസയ്ക്കും വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ IMFൻ്റെ വാതിലിൽ പോയി നിൽക്കേണ്ട സാഹചര്യമാണ്. IMFനെ ഇവർ നിരന്തരം വിളിച്ചിട്ട് ഒരു ബെയിൽ ഔട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി തന്നെ ഇവിടെ നടത്തിയ റിഫർമേഷൻസ്, അതായത് ഈ ഓയിൽ പ്രൈസ് ആയിക്കോട്ടെ, അവരുടെ ടാക്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ അവരുടെ വ്യവസായ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ലോൺ ആയിക്കോട്ടെ, ഇതൊന്നും തന്നെ ഇപ്പോൾ കൊടുക്കുന്നില്ല. ഇതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. അതേപോലെ ഹൈ ടാക്സ്, ഹൈ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ തന്നെയാണ് ആസ് പെർ IMFൻ്റെ പോളിസി അനുസരിച്ച് അവിടെ ഇൻക്രീസ് ചെയ്തിരിക്കുന്നത്. അത് തന്നെ പൊതുജനങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പം പാകിസ്ഥാൻ സഞ്ചരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് വീണ്ടും IMFൻ്റെ വാതിൽ പോയി നിൽക്കുന്നത് പാകിസ്ഥാൻ. അപ്പോൾ അവിടെ പാകിസ്ഥാനിൽ പാക് ആർമിക്കും അതേപോലെ ബലൂചിസ്ഥാനികൾക്കും ഇടയിൽ ഒരു അൺസർട്ടനിറ്റി ആ ഏരിയയിൽ ഉണ്ട് എന്നുള്ളതാണ് വിലയിരുത്തൽ. ഇനി നേപ്പാളിൽ പുതിയ ഗവൺമെൻറ് ആണല്ലോ. ഈ നേപ്പാൾ ഗവൺമെൻറ്റിന് പുതിയ വാദം, ഈ വാദം വേറെ ഒന്നുമില്ല, പഴയ ഒരു ലെഫ്റ്റിസ്റ്റ് ചിന്താഗതിയുള്ള ശർമ്മ ഒലി എന്ന് പറഞ്ഞ ഒരു നേതാവ് അവരെ ഭരിച്ചിരുന്നല്ലോ. അവനെ അവർ അടിച്ചോടിക്കുകയൊക്കെ ചെയ്ത്, അത് കഴിഞ്ഞിട്ടാണ് അവിടെ ജെൻസി പ്രൊട്ടസ്റ്റ് ഒക്കെ വന്ന്, അത് കഴിഞ്ഞിട്ട് ഒരു ലേഡി ജഡ്ജാണ് അവിടെ റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ നടത്തി ഇപ്പോൾ പുതിയ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവർ ലിപു ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം, ആ സ്ഥലം നേപ്പാളിന് അവകാശപ്പെട്ടതാണെന്നുള്ള വാദവുമായിട്ട് നേപ്പാൾ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ തുടങ്ങിയത് എവിടെയാണെന്ന് വെച്ചാൽ, ഈ ലിപു ലേക്ക് എന്ന് പറഞ്ഞ സ്ഥലം നേപ്പാളിൻ്റെ ബോർഡർ തീരുന്ന ആ ഒരു പരിധിയിൽ കുറച്ച് സ്ഥലം ഇങ്ങനെ അവർ കയറ്റി വരച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ സ്ഥലത്തൂടെ ചൈനയ്ക്കും ഇന്ത്യക്കും തമ്മിൽ ഡയറക്റ്റ് റോഡ് കണക്ടിവിറ്റി ഉണ്ട്. ഈ റോഡ് കണക്ടിവിറ്റിയുടെ അവകാശം ശരിക്കും നേപ്പാളിന് വേണം. ഇന്ത്യ നേപ്പാളിനെ ആശ്രയിക്കണം, അതേപോലെ ചൈനയും നേപ്പാളിനെ ആശ്രയിക്കണം. എന്തിനാണ്? ഈ റൂട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് അവർ അവരുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുറച്ച് സ്ഥലങ്ങൾ ഇത് ലിപു ലേക്ക് ഞങ്ങളുടെയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത്. 3 സ്ഥലങ്ങൾ ഇവരുടേതാണെന്നുള്ള വാദമാണുള്ളത്. ലിപു ലേക്ക്, ലിംബിയാതുര, കാലാപാനി. ഈ കാലാപാനിയും ലിംബിയാതുരയും അപ്പുറത്തെ സൈഡിൽ കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഈ ലിപു ലേക്ക് എന്ന് പറയുന്നത് ഇവിടെ താഴെ ഈ സൈഡിൽ, ഞാൻ ഈ മാപ്പ് വെച്ചിരിക്കുന്ന ആ സൈഡിൽ, ആ ലൊക്കേഷനിലാണ് ഈ ലിംബിയാതുര വരുന്നത്. ഈ ലിംബിയാതുരയിലുള്ള അവകാശം അത് നേപ്പാളിനുള്ളതാണ്, നേപ്പാളിൽ ഇൻടാക്റ്റഡ് ആണെന്നുള്ള തരത്തിലുള്ള വാദങ്ങളൊക്കെയാണ് ഇപ്പം അവർ ഉയർത്തുന്നത്. ഇന്ത്യ ഇതിനെ നിരസിച്ചിട്ടുണ്ട്. ഈ ലിപു ലേക്ക് എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഇൻറ്റഗ്രൽ പാർട്ടാണ്, അത് നേപ്പാളിൻ്റെ അല്ല എന്നും കൂടി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഇവനൊക്കെ സ്വാതന്ത്ര്യം ലഭിച്ച് 47-ൽ നമ്മൾ ഇന്ത്യ, ഒരു ഫെഡറൽ ഇന്ത്യ ഉണ്ടായ സമയത്ത് ഇവനൊക്കെ എവിടെ പോയിരുന്നു? അന്നൊന്നും ഈ സ്ഥലത്തിനെ കുറിച്ച് ഇവന് യാതൊരുവിധ കരുതലും ഇല്ലേ? നമ്മൾ അന്നോട്ടേ നമ്മുടെ ബോർഡർ കൃത്യമായിട്ട് വരച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നമ്മളവിടെ പല സ്ഥലങ്ങളിലും നമ്മൾ ബോർഡറൊക്കെ കൃത്യമായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാത്ത പ്രശ്നങ്ങളാണ് ഇന്ന് ഉയർത്തുന്നത് ഇവന്മാർ. ഇതിൻ്റെ പുറകിലൊക്കെയുള്ള രാഷ്ട്രീയ താല്പര്യങ്ങൾ വളരെ വലുതാണ്. അതിലേക്ക് ഇന്ത്യ, ആ ഒരു പൊളിറ്റിക്സിലേക്ക് ഇന്ത്യ പങ്കെടുക്കുന്നില്ല. അത് ആ വിഷയത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ വ്യക്തമാണ്. അത് നേപ്പാളിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൈനയും ഇന്ത്യയും തമ്മിൽ
ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ട് മാൻസറോവർ തീർത്ഥാടനം അതിന് വേണ്ടിയിട്ടുള്ള ആ റൂട്ട് ഇതിലെയാണ്. അതിലേ പോയിട്ടാണ് കൈലാഷ് മാൻസറോവറിലേക്ക് തീർത്ഥാടനം നടത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ നിന്നും ടൂറിസ്റ്റുകൾ അങ്ങോട്ട് പോകുന്നത്. തീർത്ഥാടനത്തിന് വേണ്ടിയിട്ടുള്ള യാത്രികർ ഇതിലെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇത് ടൂറിസ്റ്റ് മേഖലയിൽ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു റൂട്ടായിട്ട് മാറാൻ പോവാണ്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് നേപ്പാൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ലിംപിയാതുര ഞങ്ങളുടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് അപ്പം തന്നെ ഇന്ത്യ കണ്ടംപ്റ്റ് രേഖപ്പെടുത്തി അവരെ ഇമ്മാതിരിപ്പെട്ട വിഷയങ്ങളുമായിട്ട് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലിപു ലേക്ക് പാസ് വഴി 1954 ഇന്ത്യക്കാർ തുരുതര ഈ കൈലാഷ് മാൻസറോവർ യാത്ര നടത്തിക്കൊണ്ടിരുന്നതാണ്. ആ സ്ഥലമാണ് ഇപ്പോൾ ഇവർ വന്നിട്ട് ഞങ്ങളുടെയാണെന്ന് പറയുന്നത്. അത് നേപ്പാളിൻ്റെ തൊട്ട് മുകളിൽ ആ ഹിമാലയൻ റീജിയനിൽ കിടക്കുന്ന ഏരിയയാണ് അവർ അവകാശപ്പെടുന്നത്. ഒരു വാല് പോലെ കിടക്കുന്ന എക്സ്റ്റൻഡഡ് പോർഷൻ. അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇന്ത്യക്കിട്ട് പണി തരാറുണ്ട്. ഇടയ്ക്കിടയ്ക്കല്ല, നല്ല രീതിയിൽ പണി തരാറുണ്ട്. അപ്പം അങ്ങനെ ഏതാണ്ട് $686 മില്യൺ ഒരു അഡ്വാൻസ്മെൻറ്റ് ഇതിലേക്കാണ് F-16 ഫൈറ്റർ ജെറ്റിൻ്റെ റഡാർ. ഏത് F-16? പാകിസ്ഥാൻ്റെ F-16 ഫൈറ്റർ ജെറ്റിൻ്റെ റഡാർ അപ്ഗ്രേഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇത് പൈസ ഇപ്പോൾ പാസ്സായിട്ടുണ്ട്, $686 മില്യൺ. പക്ഷേ ഇതുവരെ കമ്പനി അവിടെ പോയി ആ പ്രവൃത്തി ചെയ്തിട്ടില്ല. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ അതിന് വേണ്ടിയിട്ട് കമൻസ്മെൻ്റ് ആയിട്ടുണ്ട്. അതായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, F-16 എന്ന് പറഞ്ഞ ഒരു ഫൈറ്റർ ജെറ്റ് അമേരിക്കയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾക്ക് സർവീസ് എന്നുള്ളത് അനിവാര്യമാണ്. അപ്പോൾ ആ സർവീസും അതുപോലെ കാലാകാലങ്ങളിൽ അവർ ചെയ്തു കൊടുക്കുന്ന അപ്ഗ്രഡേഷൻ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഇതിൽ ഇന്ത്യ കൂടുതൽ കൺസേൺ രേഖപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ അവരുടെ F-16 അടിച്ച് വീഴ്ത്താൻ കപ്പാസിറ്റിയുള്ള തരത്തിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അവർ F-16 ഫൈറ്റർ ജെറ്റ് ഇപ്പം അപ്ഗ്രേഡ് ചെയ്താലും അതുപോലെ റഡാർ സംവിധാനം അപ്ഗ്രേഡ് ചെയ്താലും അത് നമ്മളെ ബാധിക്കുന്ന വിഷയമായിട്ട് മാറരുത്. പിന്നെ സ്ട്രാറ്റജിക്കലി ഇതൊരു വിഷയമായിട്ട് ഇന്ത്യ ഉയർത്തി കാണിക്കും. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡിപ്ലോമാറ്റിക് ടോക്കിന് വേണ്ടിയിട്ടാണ്. ആരുമായിട്ട്? അമേരിക്കയുമായിട്ടുള്ള നെഗോസിയേഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇന്ത്യ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നത്. ബംഗ്ലാദേശിൻ്റെ ജൂനിയർ ഫോറിൻ മിനിസ്റ്റർ അവർ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ വെസ്റ്റ് ബംഗാളിൽ BJP വിജയിച്ചത് കൊണ്ട് ഞങ്ങളുടെ ഫോറിൻ പോളിസിയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്താൻ പോകുന്നില്ല. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫോറിൻ പോളിസി ഞങ്ങൾ എന്താണോ ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആ രീതിക്ക് തന്നെ സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെസ്റ്റ് ബംഗാളിലെ പൊളിറ്റിക്കൽ ചേഞ്ച് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ, അതായത് ന്യൂഡൽഹിയും ഢാക്കയും തമ്മിലുള്ള പ്രൊപ്പോസ്ഡ് റിലേഷൻഷിപ്പിൽ ഒരു മാറ്റങ്ങളും വരുത്താൻ പോകുന്നില്ല എന്നാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ ഇന്ത്യൻ ആർമി രാജസ്ഥാൻ ഡെസേർട്ടിൽ, മരുഭൂമിയിൽ ഡെസേർട്ട് വാർഫെയർ ടെക്നോളജി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഒരു പ്രാക്ടീസ് അവിടെ നടത്തിയിട്ടുണ്ട്. അഡ്വാൻസ്ഡ് മാരിടൈം ഡ്രോൺ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഇറ്റലിയിലെ ഒരു കമ്പനിയുമായിട്ട് ഇന്ത്യ ഒരു ടോക്ക് അതേപോലെ തന്നെ ഒരു ട്രയൽ നടത്തിയിട്ടുണ്ട്. ഡെമോൺസ്ട്രേഷനാണ് നടത്തിയിരിക്കുന്നത്. ഇറ്റാലിയൻ കമ്പനിയുമായിട്ടാണ്. ഇറ്റലിക്കും പാകിസ്ഥാനും ഇടയിലുള്ള ഡിഫൻസ് ഡീലിനെ ഇന്ത്യ ശക്തമായ രീതിയിൽ എതിർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിയുമ്പോഴാണ് ഇങ്ങനെ ഒരു ഡീലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇത് ഒരു നെഗോസിയേഷൻ ടാക്ടിക്സ് ആണ്. അതായത് നിങ്ങൾ എന്തിനാണ് പാകിസ്ഥാനിലേക്ക് പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫൻസ് പ്രോജക്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യ തരുമല്ലോ, ഇന്ത്യ എടുത്ത് വരൂ എന്നുള്ള തരത്തിൽ ഇറ്റലിയെ നൈസിന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. കാരണം ഇന്ത്യക്കും ഇറ്റലിക്കും നല്ല രീതിയിലുള്ള ബന്ധമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കും ഇറ്റാലിയൻ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിക്കും നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു തരത്തിൽ ചർച്ചയാകുന്നതിന് മുമ്പ് തന്നെ ഇറ്റലിയുമായിട്ടുള്ള വിഷയത്തിൽ ഡിപ്ലോമാറ്റിക്കലി ചർച്ച നടത്തി ഇറ്റലിയെ പതിയെ പാകിസ്ഥാൻ്റെ താല്പര്യത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയിട്ട് ഇന്ത്യ പ്രേരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാവാം ഇത്തരത്തിലുള്ള ഒരു ഡീൽ പ്രപ്പോസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറ്റലിയിലെ ഫിൻകാൻറ്റെറി എന്ന് പറഞ്ഞ കമ്പനിയാണ് ഇന്ത്യയിൽ മാരിടൈം ആൻഡ് ഡ്രോൺ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഇന്ത്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ അവർക്കൊരു പ്രോജക്റ്റും കൊടുക്കുകയാണ്. കൊറേഷ്യ ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കുള്ളിൽ ഒഡീഷ ബേസ്ഡ് ഒരു ഡീപ് ടെക് സ്റ്റാർട്ടപ്പ് കമ്പനി ഉണ്ട്. ആ കമ്പനി ഒരു കോൺട്രാക്ട് സ്വന്തമാക്കിയിരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അണ്ടർ സീ ഡേറ്റ ഹൈവേ എന്ന് വിളിക്കുന്ന കേബിൾ, കമ്പ്യൂട്ടർ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ കേബിളും കാര്യങ്ങളൊക്കെ പോകുന്ന റൂട്ടുണ്ട്. അപ്പോൾ ആ റൂട്ടിൽ റോബോട്ടിക് പ്രൊട്ടക്ഷൻ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിന് വേണ്ടിയിട്ട് അണ്ടർ വാട്ടർ സീ റോബോട്ടിക് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ കമ്പനി ഒരു കോൺട്രാക്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെ തലത്തിലാണ് ഒരു രാജ്യത്തിൻ്റെ പല പല മേഖലകളിൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്, അവിടേക്ക് എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് പല പല വിഷയങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ന്യൂആൻസസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ വാർത്തകൾ വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതൊന്നും തന്നെ മെയിൻ സ്ട്രീം മീഡിയയിൽ വരാത്ത വാർത്തകളാണ് ശരിക്കും. അതാണ് നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. ഇന്ത്യ ഇന്ന മേഖലയിൽ, അതിപ്പോൾ ഈ അണ്ടർ വാട്ടർ ഡേറ്റ ഹൈവേ എന്ന് പറഞ്ഞ ഈ ഒരു മേഖലയെക്കുറിച്ച് തന്നെ
നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടും നമ്മൾ ഈ വാർത്ത പറയുമ്പോൾ. നമ്മളിത് ഒരു ലൈനിൽ പറഞ്ഞു പോകും, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഡെപ്തിൽ പഠിക്കാൻ പറ്റുന്ന പല വിഷയങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം കൂടി നമുക്കിപ്പം ഒരു വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ടാണ് ഞാനിവിടെ ഹിൻറ്റുകളായിട്ട് പറഞ്ഞു പോകുന്നത്. ഹുവേറൈറ്റീസ് ദിവ്യാസ്ത്ര MK2 എന്ന കാറ്റഗറിയിൽപ്പെട്ട ഡ്രോൺ UAV അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ, അതിൻ്റെ ട്രയൽ റൺ പൂർത്തിയായിരിക്കുകയാണ്. ഇതിൻ്റെ ദൂരപരിധി എന്ന് പറയുന്നത് 2000 കിലോമീറ്ററാണ്. ട്രയൽ റൺ സക്സസ്ഫുള്ളി പൂർത്തിയായിരിക്കുകയാണ് കേട്ടോ. ഹുവേറൈറ്റി എന്ന് പറഞ്ഞ കമ്പനി ലക്നോ ബേസ്ഡ് കമ്പനിയാണ്. ഈ കമ്പനിയാണ് ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഈ UAV എന്ന് പറഞ്ഞാൽ ലോങ് റേഞ്ച് ഡീപ് സ്ട്രൈക്ക് കാറ്റഗറിയിൽ പെടുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലും അതുപോലെ തന്നെ ഷോർട്ട് റേഞ്ച് ടാക്ടിക്കൽ ഡ്രോൺസ് ഇതിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൽ ഉപയോഗിക്കാനാണ് ഈ ഡ്രോൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെയധികം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തപ്പെടും ആർമിയിൽ എന്നാണ് ഇതിനെക്കുറിച്ചുള്ള ഡെഫിനിഷൻ. അതായത് അവിടെ ഒരു സ്പേസ് ഉണ്ടല്ലോ, ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലിനും ഈ ഷോർട്ട് റേഞ്ച് ഡ്രോൺസിനും ഇടയിൽ ഒരു വലിയ സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ അത്രത്തോളം കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ലോങ് റേഞ്ച് മിസൈൽ ഉപയോഗിക്കേണ്ട സ്ഥലത്ത് നമുക്ക് 2000 കിലോമീറ്ററിലേക്ക് ഈ UAV ഉപയോഗിക്കാം എന്നാണ് വാദഗതികൾ. ഈ കമ്പനി തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ജപ്പാന്റെ ഫോറിൻ റെപ്രസെൻറ്റേറ്റീവും അതേപോലെ ഇന്ത്യയുടെ വിക്രം മിശ്രയും ന്യൂഡൽഹിയിൽ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ ജപ്പാനും ഇന്ത്യയും തമ്മിൽ റീഅഫേം സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. വിവിധ മേഖലകളിൽ എക്കോണമി ആയിക്കോട്ടെ, അതേപോലെ പീപ്പിൾ ടു പീപ്പിൾ റിലേഷൻഷിപ്പ്, അതേപോലെ തന്നെ ട്രേഡ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മേഖലകളിൽ വിശാലമായ രീതിയിലുള്ള ചർച്ച, ഡിഫൻസ് മേഖലയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതായത് ഓൾറെഡി തന്നെ ജപ്പാനും ഇന്ത്യയും തമ്മിൽ നല്ല റിലേഷൻഷിപ്പാണ്. അതൊന്നുകൂടി റീഅഫേം ചെയ്യുന്ന രീതിയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. വരുന്ന ഞായറാഴ്ച ഇന്ത്യ ഗാലക്സി ഐ എന്ന് പറഞ്ഞ ദൃഷ്ടി സാറ്റലൈറ്റ് വിക്ഷേപിക്കുകയാണ്. അതായത് സ്പേസ് എക്സിൽ കാലിഫോർണിയയിൽ നിന്നും അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന റോക്കറ്റിലാണ് ഈ സാറ്റലൈറ്റ് നമ്മൾ വിക്ഷേപണം നടത്തുന്നത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ദൃഷ്ടി എന്ന് പറഞ്ഞ ഈ ഒരു സാറ്റലൈറ്റ് അയക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതിൽ പാകിസ്ഥാൻ്റെ ബോർഡറിലും അതേപോലെ തന്നെ ചൈനയുടെ ബോർഡറും കൃത്യം നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് ഇൻഫിൽട്രേഷൻ തടയുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള ലക്ഷ്യം. അതിൻ്റെ ഉള്ളിൽ ബംഗ്ലാദേശിൻ്റെ ബോർഡറും കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് ഇത് നമ്മൾ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ബോർഡർ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജുകളും ഫൂട്ടേജസ് ഒക്കെ എടുത്ത് നമുക്ക് കൃത്യമായിട്ട് ഇന്ത്യയുടേതായിട്ടുള്ള ഓൺ സാറ്റലൈറ്റിലൂടെ നമുക്ക് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാൻ പറ്റും. ആരുടെയും കാല് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാറ്റലൈറ്റാണ് നമ്മൾ സ്പേസ് എക്സിലൂടെ വിക്ഷേപണം നടത്തുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് കീ ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.